അല്ലാതെ ഇങ്ങനെ ട്രോൾ വീഡിയോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിവ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആരെങ്കിലും വന്നിട്ട് ചേട്ടൻ എന്റെ വീഡിയോ ചെയ്തില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ടോ? ചെയ്യാമോന്നാണ് അല്ല ചെയ്തിട്ടില്ലേന്നോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഓർമ്മയുണ്ടോ? അങ്ങനെ രണ്ടു മൂന്ന് പേര് ഇന്നാള് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കൊച്ചിന്റെ പേര് എനിക്കറിയാൻ പാടില്ല. അതിനെ ഇതുപോലെ വഴിയിൽ വെച്ച് കണ്ട ഒരു പെൺകൊച്ചിന്റെ വീഡിയോ, അതിന്റെ പേര് പുറത്തുപോയി. അത് ഇതുപോലെ ചോദിച്ചായിരുന്നു, ചേട്ടൻ എന്റെ വീഡിയോ ട്രോൾ ചെയ്തല്ലേന്നും പറഞ്ഞു. അത് ആദ്യം വന്ന് ഒരറ്റിടിയാവാം സ്നേഹം കൊണ്ട് ഇഷ്ടം കൊണ്ടിട്ടുള്ള പിന്നെ മനസ്സിലായോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പള്ളി കെട്ടിട്ട് എനിക്ക് മനസ്സിലായി, ഞാൻ ചില കൂട്ടുകാരന്റെ പെങ്ങളാലേ അങ്ങനെ ഇല്ലായിരിക്കും ആരാ. അപ്പോഴങ്ങനെ ഇന്ന വീഡിയോയാണ്. ഞാൻ ഒരു പാട്ട് പാടുന്ന നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു കൊച്ചാ, സൈഡിൽ നിന്നിട്ട് നല്ല ഭംഗിയിൽ പാട്ട് പാടുന്നുണ്ട്, നല്ല ആക്ടീവ് സിനിമയിലൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് അത് കൊളാക്കി കൊടുത്തു. ആ ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സംഭവം. അപ്പൊ ആ കൊച്ചിനെ ഇതുപോലെ കണ്ടപ്പോ ആ കൊച്ചിന്ന് ചോദിച്ചായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഫോളോവേഴ്സ് ഒക്കെ ഇങ്ങനെ കൂടി വരികയാണല്ലോ, 100K 105K ഒക്കെ ആയപ്പോഴേക്കുള്ള മനസ്സിലാവും ഒരു വിചാരം എന്തായിരുന്നു? ഒരു വികാരമില്ല. അല്ല, ടിക്ടോക്ക് എന്ന് പറഞ്ഞ സംഭവം 200K ആയിരുന്നു. അതൊന്നും എനിക്കിതൊന്നും ഒന്നുമില്ല. അതിങ്ങനെ കിട്ടി ഞാൻ ഇപ്പൊ കണ്ട് ഏതോ വലിയവനാവും എന്നുള്ളൊരു മൂർത്തി ഭാവത്തിൽ എത്തിയപ്പോഴാണ് അതങ്ങനെ ബാൻ ചെയ്ത് കളഞ്ഞത്. അപ്പൊ തന്നെ മനസ്സിലായി ഇത് ഇത്രേ ഉള്ളൂ. പോയി കഴിഞ്ഞാൽ എല്ലാരും എന്റെ കൂടെ പോകും. ഇത് ചിലപ്പോ എനിക്ക് ഇന്നത്തെ കാലത്ത് നിക്കണേന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് തന്നെ വീഡിയോസ് ചെയ്യണമെന്ന് മടുപ്പ്. ഞാൻ ചിലപ്പോ അടുത്ത ചിലപ്പോ വീഡിയോസ് ചെയ്യലും നിർത്തും. കാര്യം നാട്ടിൽ ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി കളിയാക്കലുകളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് മാനസികമായിട്ട് ഈ എത്ര പോസിറ്റിവിറ്റി കഴിഞ്ഞാൽ ഒരു 1-2 നെഗറ്റിവിറ്റി മതി, നമ്മൾ ഡൗൺ ആയി പോകില്ല. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് സൈഡാക്കാം. കുറെ നാളായാലും ആൾക്കാരെ വെറുപ്പിക്കണത്, ഇനി വെറുപ്പിക്കണ്ട. ഈ നെഗറ്റീവ് കൂടുതൽ കിട്ടിയിട്ടുള്ള വീഡിയോകളാണ് ചൂസ് ചെയ്യുന്നത്? അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവ് ഉണ്ടോ, അതല്ലെങ്കിൽ നല്ലതാണോ, അല്ലെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ആളാണെന്നൊന്നും ഞാൻ നോക്കാറില്ല. നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പരിചയം ഉണ്ടോന്ന് പോലും ഞാൻ നോക്കൂല, ഞാൻ ചെയ്യും. ഇപ്പൊ നമ്മള് ചില വീഡിയോസ് ഒക്കെ കാണുമ്പോ തോന്നൂലേ ഇത് എന്താ ഈ കിടന്ന് കാണിക്കണേ, അങ്ങനെയൊക്കെ തോന്നുന്ന വീഡിയോസ് ഒക്കെ ഇല്ലേ? അത് കറക്റ്റ് ആയിട്ട് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കേട്ടില്ല എന്താ പറഞ്ഞല്ലോ, അല്ലാതെ ചിലപ്പോ എന്റെ ആയിരിക്കും. അല്ല, ഞാൻ ചോദിച്ചാൽ വേറെ ഇങ്ങനെ ആളുകളുടെ ഒക്കെ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എടുത്ത് മാറ്റി വെക്കാറുണ്ട്, ഇത് ചെയ്യണം അടുത്തത്. ചിലതൊക്കെ ചെയ്ത് അങ്ങനെ വെക്കാറുണ്ട്, പക്ഷെ ഞാൻ മറന്നു. പോസ്റ്റ് ചെയ്യാൻ മറക്കുന്നത്? പോസ്റ്റ് ചെയ്യാനല്ല, നമ്മള് എന്ത് കാര്യ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചെന്നുള്ളത് ഞാൻ മറന്നു. കുറെ അങ്ങനെ കിടക്കുന്നുണ്ട്. എന്നാൽ ചിലതൊക്കെ സമയം കിട്ടുന്ന പോലെ നൈസായിട്ട് ഇരുന്ന് പതുക്കെ ചെയ്യലുണ്ട്. പിന്നെ കുറെ പേര് പേഴ്സണൽ പണ്ടൊക്കെ വീഡിയോസ് നമ്മൾ അന്വേഷിച്ച് നടക്കണമായിരുന്നു. ഇപ്പൊ തന്നെ കണ്ട് ഇപ്പൊ ഓരോരുത്തരും എനിക്ക് പേഴ്സണൽ അയച്ചു തരും. അതുകൊണ്ട് ഇച്ചിരി സമയലാഭമുണ്ട്. നേരെ ഇൻബോക്സ് എടുത്ത് നോക്കിയാൽ മതി, കൂടെ കുറെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഐഡിയ കിട്ടിയാൽ മാത്രമേ ചെയ്യുള്ളൂ. അല്ലാണ്ട് ചുമ്മാ ഒരാൾക്ക് പണി കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലോ അല്ലെങ്കിൽ മൈൻഡിലോ ചെയ്യണമല്ല. ഒരു വീഡിയോസ് കണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നിയാൽ ചെയ്യും. അത് തമാശയായിട്ടേ ചെയ്യുള്ളൂ, അത് ഒരാളെ പേഴ്സണലി ഇപ്പൊ പെണ്ണ് കെട്ടാനായിട്ട് വീട്ടുകാരിങ്ങനെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീട്ടിലെ അമ്മ പറയാണ് ഇനി വീഡിയോസ് ഒന്നും ചെയ്യണ്ട, ഇങ്ങനെയൊന്നും കാണിച്ചു കഴിഞ്ഞാൽ പെണ്ണ് കിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ ചേട്ടൻ എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ കൂടുതലേ ഉള്ളൂ. എന്താ പെണ്ണ് കെട്ടാൻ ഇഷ്ടമില്ല? പണിക്ക് പോകേണ്ട വരും, കൂടുതലായിട്ട് പണിക്ക് ഇറങ്ങേണ്ട വരും, എനിക്ക് പെണ്ണ് കെട്ടാൻ താല്പര്യമില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. ആണോ? വീട്ടിലങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലേ? വീട്ടിലങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ നോക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ മേലുള്ള വിധിച്ചേണ്ടി പറയാൻ പാടില്ല, തേങ്ങ തലയിൽ വീഴാൻ വിധിച്ചേണ്ടി വീഴും. അങ്ങനെയാണല്ലോ. മഞ്ഞ തെങ്ങില്ല ഇവിടെ. പിന്നെ എന്താ പറയാ, ഇപ്പൊ ചേട്ടൻ എന്താ ചെയ്യണേ? ഞാൻ വണ്ടി ഓടിക്കലാണ്. ഇപ്പൊ ഒരു ഓട്ടോ എടുത്തിട്ട് ഓട്ടോ ഓടിക്കല് നാട്ടില്. പിന്നെ മെയിനായിട്ട് ടിപ്പർ, ബസ് അതൊക്കെയായിരുന്നു. പിന്നെ കാറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓട്ടം കിട്ടിയ ഡ്രൈവറാണ്, വണ്ടി ഫീൽഡാണ്. അപ്പൊ ഈ എന്താ പറയാ എന്തെങ്കിലും ഓട്ടത്തിനൊക്കെ പോകുമ്പോഴേക്കും ആരെങ്കിലും ഒക്കെ ഫോളോവർ ആണ് അങ്ങനെയൊക്കെ വന്നിട്ട് പറയാറുണ്ട്? ഇപ്പൊ ഈ അടുത്ത റീസെന്റ് ആണ് ഓട്ടോ കാര്യങ്ങൾ. പിന്നെ ബസ്സിൽ പോകുമ്പോ മിക്കവരും വരും. ബസ്സിലാണ് കൂടുതലും. ബസ്സിൽ പോകുന്നത് വീട്ടിൽ അത്ര ഇഷ്ടമല്ല. അതെന്താ? എന്താണോ നമ്മുടെ സ്വഭാവത്തിന്റെ ആയിരിക്കാം. എനിക്ക് മനസ്സിലായി. അല്ല, ഈ പറഞ്ഞ വീട്ടിലത്ര ബസ്സിൽ പോക്കെന്ന് പറഞ്ഞാൽ ഈ വഴക്ക്, അമ്മയ്ക്ക് അതൊക്കെ ഒരു പേടിയാ, ഈ വഴക്കുണ്ടാവും, പോലീസ് കേസ്. അല്ല, അതും ഈ പറഞ്ഞ ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ നല്ലതൊന്നും പറയല്ല, അതൊരു കേസ്. അപ്പൊ അതിലേക്ക് കിടക്കാൻ താല്പര്യമുണ്ടോ? പണ്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു പ്രായത്തിന്റെ ഒക്കെ ഒരു ഇതില്ലേ, അപ്പൊ നമുക്ക് ഈ പറഞ്ഞ അങ്ങനത്തെ ഇതൊക്കെ ആയിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. അല്ല, നമുക്ക് പറഞ്ഞ പണ്ട് ഇങ്ങനെ നടക്കണ വായ നോക്കണം, അതാ പ്രായത്തിൽ. ഇപ്പൊ അതില്ല. ഞാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ചേട്ടൻ പറ, ചേട്ടൻ എന്ത് ഉദ്ദേശിച്ചു? ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല, അതല്ല. മൂടിക്കട്ടെ. ഓക്കെ. അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു, വായ്നോട്ടം ഉണ്ടായിരുന്നു.
പിന്നല്ലേ അതിപ്പോ സമയം കിട്ടാ അതൊരു കലയാണല്ലേ വായ്നോട്ടം എന്ന് പറയണത്. കലയായിട്ട് എടുക്കാം. എടുക്കാം. കാര്യം ആരും അറിയാണ്ട് അല്ലേ? ആരും അറിയണ്ട്. അല്ല ആരും അറിയാണ്ടൊക്കെ നോക്കണ്ടേ വായ നോക്കണത് മനുഷ്യനറിയരുത് നാട്ടുകാരെ ഇങ്ങനെയൊക്കെ പറയുമ്പോ ചീത്ത പറയാറുണ്ടാ? വഴക്കൊന്നും അങ്ങനെ പറയാറില്ല. നല്ല തെറി പറയാറുള്ളൂ. അങ്ങനെയൊന്നും പറയാറ് പാവ. ഈ ഓൺ വോയിസ് വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ ഇപ്പൊ എന്തായാലും ഇൻഫ്ലുവൻസർ ആണ്, അപ്പൊ ഒരു എന്താ പറയാ വ്ളോഗും അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിട്ട് ആഗ്രഹമുണ്ട്. ഹലോ ഗൈസ് ഇന്ന് നമ്മൾ അത് പറ്റൂല എനിക്ക് ഹലോ ഗൈസ് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ നോക്കി ചിരിക്കും. ആണോ? അല്ല എല്ലാരും ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബില് അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു ഒരു വരുമാനം കിട്ടുന്ന പരിപാടിയാണല്ലോ ഇപ്പൊ എല്ലാരും യൂട്യൂബിലോട്ടാണല്ലോ. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ പോകണ്ടായിരുന്നു. ഒരു മാസം 1 ലക്ഷം 1.5 ലക്ഷം കൂട്ടുകാരന്മാരുണ്ട് എനിക്ക്. നമ്മളിപ്പോഴും പണിക്ക് പോയി ജീവിക്കണ്. കഷ്ടപ്പാട്. അതിന്റെ ഒരു ത്രില്ല് വേറെ തന്നെയാണ്. എന്ത് പണിക്ക് പോയി ജീവിക്കണതാ. അതിലോട്ടെ മൂട് കളഞ്ഞു പണിക്ക് പോകാണ്ടിരിക്കാന്നൊക്കെ. ഇവിടെ പണിക്ക് പോവാണ്ടിരിക്കുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ 10-15 വയസ്സ് തൊട്ട് ഈ പറഞ്ഞ പോലെ നമ്മള് ജോലി പണിയെന്നും പറഞ്ഞിറങ്ങിക്കൊണ്ടായിരിക്കാം. ഇപ്പൊ നമ്മൾക്ക് 15 വയസ്സ് തൊട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയതാ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തൊട്ട് പണി കാര്യങ്ങള്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ +2 പിന്നെ പഠിക്കാൻ വേണ്ടി പോയി. അത്ര എന്ന് പറയാം. എന്താ അത്രയും കൊച്ചിലെ തൊട്ട് തന്നെ പോയി തുടങ്ങി? വീട്ടിലെ സാഹചര്യം ഇച്ചിരി മോശമായിരുന്നു. ഇപ്പൊ ഈ കാണുന്ന സംഭവമൊന്നുമില്ല. എന്നുവെച്ചാൽ നമ്മള് പണിക്ക് പിന്നെ പെങ്ങളെല്ലാരും വർക്കിനൊക്കെ ഇറങ്ങി സ്റ്റേൺ ചെയ്താ. അതായത് എനിക്ക് എന്റെ പാസ്റ്റ് ലൈഫ് എന്ന് പറയാം മറ്റേ സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എന്റെ നമ്മള് ജീവിച്ച് വളർന്നു വന്ന സാഹചര്യം ഒന്നും ഞാൻ എവിടെയും പറയാത്തത്. ഇതിനേക്കാളും മോശപ്പെട്ട അവസ്ഥയായിരുന്നു. അമ്മ ഒറ്റയ്ക്ക് ഉണ്ടായുള്ളൂ. അമ്മ ഒറ്റയ്ക്ക് എന്നെ ജോലിക്ക് പോവാ, എന്നെയും പെങ്ങളെ നോക്കാം. അതൊക്കെ ഭയങ്കര അമ്മയാണ് കുറച്ചും കൂടി നമ്മളൊക്കെ ഇങ്ങനെ ആക്കിയത്. അപ്പൊ പിന്നെ നമ്മൾ എത്ര നേരത്തെ ജോലിക്ക് ഇറങ്ങാൻ പറ്റുമോ അത്രയും നല്ലത് എന്നുള്ളൊരു ഇതായിരുന്നു. കാര്യം അമ്മയ്ക്കൊരു ഹെൽപ്പ് ആവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടും വല്ല കാര്യമില്ല. നമ്മളിപ്പോ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാലും ജോലിക്ക് ഇറങ്ങണം, കുറച്ച് പഠിച്ചു കഴിഞ്ഞാലും ജോലിക്ക് ഇറങ്ങണം. ഇച്ചിരി നേരത്തെ ഇറങ്ങാം എന്നുള്ള ചിന്താഗതിയിൽ അങ്ങോട്ട് ഇറങ്ങി. അത്ര തന്നെ. പിന്നെ അത് ഈ വണ്ടി ഫീൽഡ് തന്നെ അങ്ങോട്ട് ഓക്കെ ഒക്കെ എടുത്തു. അതുകൊണ്ടാണ് ഈ ഒരു ഫീൽഡ് ആദ്യമേ നോക്കിയെടുത്തത്. അപ്പൊ പെങ്ങളൊക്കെ കെട്ടിക്കുന്ന ആ ഒരു സമയത്ത് എന്നൊക്കെ പറഞ്ഞ ജോലിക്ക് പോകുന്ന സമയത്താണ്. പെങ്ങൾക്കും ജോലി ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ നമ്മളെല്ലാം അങ്ങനെ വർക്കും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട്. ഇപ്പൊ ഈ വീഡിയോസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ കുറച്ച് ഇതായപ്പോ ഇനി എന്തെങ്കിലും പ്ലാൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇനി ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ലൈഫിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാറില്ല. പ്ലാൻ ചെയ്യണതൊക്കെ മൂഞ്ചാറുള്ളൂ. ട്രിപ്പ് പോണത് പ്ലാൻ ചെയ്താൽ തെറ്റും. അപ്പൊ പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ നടക്കുമോ? അല്ല ട്രിപ്പ് ഓക്കെ. അല്ല വേറെ എന്ത് കേസും നമുക്കിപ്പോ ലൈഫിൽ എന്തൊരു സാധനം വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അത് നമുക്ക് കിട്ടില്ല. ആഗ്രഹിക്കാത്ത സാധനമായിരിക്കും നമുക്ക് കിട്ടണത്. നമ്മളതിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നുള്ളത്. ഈ ലൈഫിൽ എന്ത് സംഭവം എടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. അതുകൊണ്ട് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. എന്തെങ്കിലും സർപ്രൈസ് പോലെ കിട്ടുമ്പോ വാവ് എന്ന് പറയാലോ. ഭയങ്കര മോട്ടിവേഷൻ. ഞാൻ ഇത് കട്ട് ചെയ്ത് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടാ അത് അസാധ്യ മോട്ടിവേഷൻ ആയി പോയി. അങ്ങനത്തെ സംഭവം അല്ലാണ്ട് തന്നെ ഒന്നും പ്ലാനിങ് ഒന്നുമില്ല. അങ്ങനെ പോവാ. മറ്റേ പണ്ടത്തെ കാരണവന്മാരെല്ലാം തെളിച്ച വഴി പോലെ നടന്ന വഴി അങ്ങനത്തെ സംഭവം. അത് അങ്ങനെ അങ്ങോട്ട് പോവാ. അടുത്ത പരിപാടികൾ എന്താ ഇനി? പിന്നെ ഒരു ദിവസം എന്തൊക്കെയായിരിക്കും പരിപാടി? എത്ര വീഡിയോസ് ഒക്കെ ചെയ്യും? അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ ഇതൊന്നുമില്ല. വീഡിയോസ് ഇപ്പൊ ചിലപ്പോ നമുക്കിപ്പൊ ഒന്ന് ചെയ്യാൻ ഇപ്പൊ വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ചുമ്മാ സമയം പോകാൻ വേണ്ടിട്ട് ചെയ്യണതാണ് വീഡിയോസ്. കാര്യം അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോ ഞാൻ വേറെ ഇതിനകത്തേക്ക് ആയിപ്പോ നമുക്ക് ഈ അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ വല്ല മദ്യപാനോ കൂട്ടുകൂടി ട്രിപ്പ് അടിക്കാൻ അങ്ങനത്തെ പരിപാടിയോ അതില്ലെങ്കിലേ ഉള്ളൂ. സത്യം. നമ്മള് ബോയ്സ് അങ്ങനെ ആയിരിക്കും ചിലപ്പോ. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ക്രിക്കറ്റ് കളിക്കാൻ അല്ലെങ്കിൽ വോളിബോള് അങ്ങനത്തെ സംഭവമൊക്കെ പോവാറുണ്ട് വെറുതെ ഇരിക്കുമ്പോൾ. ഇത് അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയാണ് വീഡിയോസ് ചെയ്യുന്നത്. അതായത് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വല്ല ഇതൊന്നും അടിക്കൊന്നുമില്ല. അഡിക്ഷൻ മാറ്റുന്ന അല്ല നമ്മൾ ചിലപ്പോ ഒരു പക്ഷെ അങ്ങനെ ആയി പോയേനെ. ഇതൊരു ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പോസിറ്റീവാ. കാര്യം നമ്മൾ അതിനൊന്നും പോവാണ്ട് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ആ വീഡിയോസിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളൊരു ചിന്ത വന്നുള്ളൂ. അതായത് മദ്യത്തിന്റെ ആ ഒരു അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ അങ്ങനെ അടിക്കില്ല. ഞാൻ അങ്ങനെ കഴിക്കില്ല എന്ന് പറയാ. കഴിക്കുമ്പോ അത് വീട്ടില് ഭയങ്കര സപ്പോർട്ടാ കഴിക്കാൻ. പിന്നെ എന്റെ വീട്ടിൽ എന്റെ അമ്മ പറയും കൂട്ടുകൂടി കുടിക്കാൻ നിൽക്കണ്ട, നിനക്ക് കുടിക്കണമെന്നെങ്കിലും ആഗ്രഹം കൊണ്ട് ഈ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കുടിച്ചു. പക്ഷെ അന്നേരം എനിക്ക് ആരോട് കുടിക്കാൻ തോന്നിയിട്ടില്ല. അതാണ് എനിക്ക് തോന്നാത്തത്. അതുകൊണ്ട് ഞാൻ വീഡിയോസ് വീട്ടിൽ അങ്ങനെ ഒരു ഇതൊന്നും അല്ലാത്ത പാപം മാതാജിയാണ്. മാതാജി ഫുൾ സപ്പോർട്ടാണ്. അതുകൊണ്ട് പിന്നെ ഒന്നും പറയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അറിയാം നന്നാവില്ല. എന്താണ് ഭാര്യ പോയത് ഇടക്കിടക്ക് ഇങ്ങനെ നോക്കും. പറയാൻ പോലെ ചിലപ്പോ എങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ പറ്റി ഏഷനെയാണോ പറയണേന്ന് നോക്കിട്ട് ചായ എതിരിട്ട് വന്നില്ലല്ലോ. ഇനി ചിലപ്പോ എനിക്ക് മാത്രമുള്ള സെപ്പറേറ്റ് വല്ല കലക്കിക്കൊണ്ട് തരുമെന്നുള്ള പേടിയുണ്ട്. കൊഴപ്പൊന്നുമില്ല. ഞാൻ എന്തോ ചോദിക്കാൻ വന്നേട്ടാ, മറന്നുപോയി. നന്നായത്.
കൂടുതൽ ചോദിച്ചു എങ്ങനെ ഞാൻ ഏറി കയറി തീർന്ന് ഞാൻ ഉള്ളില് തീ നിന്ന് അവിടെ നിക്കണത് അറിയാണ്ട് അങ്ങനെ വായിന്ന് എന്തെങ്കിലും വീണു പോയി കഴിഞ്ഞാലേ തീർന്നില്ലേ. ഞാനിവിടെ നിന്ന് തോണ്ടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല അത്. ചേട്ടാ ഞാൻ എന്തോ സത്യമായിട്ട് ഞാൻ ചോദിക്കാൻ വന്ന്. ഓർക്കൂ, യു ക്യാൻ ഡു ഇറ്റ്, കം ഓൺ കം ഓൺ. ഹിപ്നോട്ടിസം ചെയ്യണോലെ. ചേട്ടന് ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള വീഡിയോ ഏതാ? അതായത് ഇടക്കിടക്ക് ഇങ്ങനെ ഞാൻ എടുത്ത് കാണുന്ന ഒരു വീഡിയോ. സത്യം പറഞ്ഞല്ലേ എന്റെ വീഡിയോ ഞാൻ പോലും ലൈക്ക് ചെയ്യാറില്ല. സത്യം കാണിച്ചോ. അത് ഞാൻ പിന്നെ ഇടക്കിടക്കൊന്ന് നോക്കോ എവിടെയത് നോക്കാറേ ഇല്ല. പിന്നെ എടുത്ത് നോക്കാറില്ല, കാരണം കമന്റ് കാണാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാണ്. അകലത്തില്ല. ഇപ്പൊ എന്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാലും സാധാരണ ഇവിടെ ഒരു ലൈക്ക് ഉണ്ടാവില്ല. ഏത് വീഡിയോ എടുത്തു കഴിഞ്ഞാലും ലൈക്ക് ഇല്ല. എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാറില്ല, കാരണം ഞാൻ എടുത്ത് നോക്കാറില്ല. ചുമ്മാ വെറുതെ ഇങ്ങനെ ചുമ്മാ സമയം പോകാൻ വേണ്ടി ചെയ്യണ സംഭവം മാത്രമേ ഉള്ളൂ. ഫോളോവേഴ്സ് ഒക്കെ കൂടുമ്പോഴത്തേനും ഇങ്ങനെ അകത്ത് ആളുകൾക്ക് ഇങ്ങനെ ചെലവൊക്കെ ചെയ്യാറുണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറുണ്ടോ എന്നൊരു കുപ്പി എടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്? അതിന് ഇത് ഫോളോവേഴ്സ് ഒന്നുമില്ല, എന്തെങ്കിലും കാര്യമൊക്കെ ആണോ? എല്ലാ ദിവസവും പരിപാടി ഉണ്ടാവും? എന്തിലൊക്കെ ഉണ്ടാവും. അപ്പൂപ്പൻ ചത്താ വിഷമം കുപ്പി അടിക്കല്, ജനിച്ച അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അതിക്കടെ നോക്കി അല്ല അപ്പുറത്തുള്ള ചേച്ചി നോക്കി ആ കുപ്പി, അങ്ങനത്തെ ചിലവേണ കൂട്ടുകാരന്മാരുള്ള. നമുക്കങ്ങനെ ചെലവേണ്ട ആവശ്യം വന്നല്ല, കാരണം വെച്ചാൽ അവരെന്നെ ഇങ്ങോട്ട് എപ്പോഴും ഓരോരോ കാര്യം എന്തെങ്കിലും ചെലവായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ചെലവ് തന്നെയാണ്. പിന്നെ കൂട്ടുകാരന്മാരുള്ളതൊക്കെ രസമല്ലേ? അതെ അതെ, കൂട്ടുകാരന്മാരാണല്ലേ വൈബ്. കാരണം ഈ വീഡിയോസ് ഒക്കെ ആഘോഷങ്ങളാക്കി തരുന്നത്. അല്ല എന്റെ വീഡിയോസ് അവന്മാരും കാണലില്ല, അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത് ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇടക്കാരെയൊക്കെ കണ്ടായിരുന്നെങ്കിൽ എന്ന് ഏറിപ്പോണ പക്ഷി ഞാനായാലും. പക്ഷെ എന്നാലും കാണില്ലേ, ഇടയ്ക്കൊക്കെ കാണുമ്പോ നല്ല സപ്പോർട്ടൊക്കെ തന്നെ. പിന്നെ എന്റെ കൂടെ വീഡിയോസ് ചെയ്യാൻ വിളിച്ച വരില്ല, ഭയങ്കര നാണക്കാരാ. വീഡിയോസ് ചെയ്യാൻ ഭയങ്കര നാണ. അല്ലാണ്ട് ഇങ്ങനെ എന്തെങ്കിലും സ്കിറ്റ് ഒക്കെ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. വിളിച്ചാലും വരില്ല. അന്ന് രണ്ടൊരു തല്ലാൻ വിളിച്ച് ഓടി വരും. ഈ സാധനത്തിന് മാത്രം വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നാണം കുടുങ്ങി പെമ്പിള്ളേരിക്കണല്ലേ ഇങ്ങനെയൊക്കെ. അന്ന് ഭയങ്കര പക്ഷെ ഈ ഒരു കാര്യത്തിന് മാത്രം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ കൂടെ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവന്മാരായാലും പിന്നെടാ ശരിയായിട്ടുള്ള ഒന്നും കൂടി നമുക്ക് നോക്കിയാലോടാന്ന് പറഞ്ഞാൽ അതൊക്കെ മതി, നീ ഇന്ന് പോയി എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. അതാണ് എന്റെ കൂടെ ആരെയും കാണാത്തത്. കൂട്ടുകാരന്മാർ ഇഷ്ടം പോലെ വരും. പക്ഷെ ഈ ഒരു കാര്യത്തിന് മാത്രം വിളിച്ചാൽ വരില്ല. ഒന്ന് വീഡിയോസ് ഒക്കെ എടുത്തൊക്കെ തരും കേട്ടോ. പക്ഷെ നമുക്ക് ചിലതൊന്നും ഒറ്റയ്ക്ക് ചെയ്താൽ കാര്യമില്ല. ഇപ്പൊ ഞാൻ തന്നെയായാലും സോളോ പോലെ തന്നെ എന്റെതല്ല എന്റെ ഫുട്ബോൾ എന്റെതല്ല ഇത് തന്നെ, ഇത് മടുപ്പാണ്. നമ്മൾ വേറെ കുറച്ച് പേരുടെ കൂടെ ഉണ്ടെങ്കിൽ രസമാണ്. പക്ഷെ ഇമാരെ വിളിച്ചാൽ വരില്ല. എന്നാ ഈ ഇൻസ്റ്റയിൽ തന്നെ കുറെ പേര് വീഡിയോസ് ചെയ്യണവർ എന്നെ വിളിച്ചിട്ട് നമുക്ക് വേണ്ടി ഒരുമിച്ച് ഗ്യാങ് പോലെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പോകാൻ പറ്റിയൊരു സാഹചര്യം എനിക്കല്ല. കാരണം നമുക്ക് പണിയും വർക്ക് ജോലിയുണ്ട്, വണ്ടിപ്പണിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോണല്ലോ. അപ്പൊ ഇതിന് വേണ്ടിട്ട് സമയം കണ്ടെത്താൻ പറ്റില്ല. ഇതാകുമ്പോ വീട്ടുകാരന്മാർ വീണ്ടും അടുത്താകുമ്പോ നമുക്ക് എപ്പോ വെള്ളം ചെല്ലാം പക്ഷെ വിളിച്ചെന്നെ വരില്ല. അതാണ് അവസ്ഥ. ചിലപ്പോ ആ ചേട്ടന്റെ തല ഒരു ഫുൾ ഫിഗർ കാണാനായിട്ടായിരിക്കും പെൺകുട്ടികൾ ഇരിക്കുന്നത്. പിന്നെ കുറെ കാന്താരികളൊക്കെ വരട്ടെ കേട്ടോ, ഞാൻ ആശംസിക്കുന്നു. ഈശ്വരാ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് കുറച്ചു നേരം സംസാരിക്കാൻ പറ്റിയതിന്. വീഡിയോസ് ഒക്കെ കലക്കണം. ആയിക്കോട്ടെ, താങ്ക് യു.